ഒരു പരിപാടിയായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞോ? വേറെ ആൾക്കാരുണ്ടോ? നല്ല കുഴപ്പമില്ല പറഞ്ഞോ? അല്ല പിന്നെ വിളിയൊന്നുമില്ല, അന്ന് വന്ന് പോയിട്ട് പിന്നെ വിളിയൊന്നുമില്ല. എല്ലാം പരിപാടിയായി തിരക്കായി ഇതുകൊണ്ടാണ്. എന്ത് അന്നേരം നമ്മളെയൊക്കെ വിളിക്കാൻ വയ്യാത്ത വലിയ തിരക്ക്. അല്ല അത് ഒരു ഒരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടും ഉം പേരും കൊണ്ട് ഒരു സ്ഥലം വരെ ഓട്ടം ഉം ഉം. ഓട്ടം ഉണ്ട്. ആ പറ എന്താണ് പറഞ്ഞോ അല്ല പറഞ്ഞോ. പിന്നെ ഞാൻ വിചാരിച്ചു അന്ന് അത് അങ്ങോട്ട് ചെയ്തത് ശരിയാവാത്തോണ്ട് പിന്നെ വിളിക്കാത്തായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ഓട്ടം പോയില്ലേ ഏ ശരിയായില്ലേ. അന്ന് ശരിയായില്ലല്ലോ, അപ്പൊ തന്നെ പറഞ്ഞില്ലേ. സമയം പെട്ടെന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഓടിയില്ലേ. ഞാൻ ടെൻഷനാ. ടെൻഷനൊന്നുമല്ല. ഉം ഞാൻ ഉടനെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വന്നപ്പോഴേ ഉം. എന്തോ ഒരു 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 പോസിറ്റീവ് ആയിട്ടൊരു സംഭവം തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സംഭവത്തിന് ശേഷേ അവിടെ ആൾക്കാരൊക്കെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ തോന്നി. ആരെയും കണ്ടോ നീ? കണ്ടൊന്നുമില്ല. പക്ഷെ എന്താ എനിക്കൊരു ഇത് തോന്നി. എന്തോ ഒരു ശരിക്കും നീ പറഞ്ഞതൊക്കെയാണ്. ആരോ നമ്മള് വാച്ച് ചെയ്യുന്നൊരു സംശയം എങ്ങനെ തോന്നിയതാണെന്നറിയാം. പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മറ്റേ CC-യുടെ പൈസ അടയ്ക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ CC കഴിഞ്ഞ ആഴ്ച ഒരു 10-15 രൂപയുണ്ട്. അത് അടയ്ക്കാനായിട്ട് ഞാൻ പൈസ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അവൻ ഇങ്ങോട്ട് നിന്നെ കാണാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇവന്റെ കോള് ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് അവൻ എടുത്തില്ലായിരുന്നു. അപ്പൊ അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പിന്നെ അവൻ ഒരു 3-4 ദിവസം അവധിയും കൂടെ പറഞ്ഞു. അപ്പൊ അതുകൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ ഒരു മൂഡൗട്ടായി. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തായാലും കുഴപ്പമില്ല, ടെൻഷൻ അവിടെ ഒന്നും അടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു വന്നു. എന്നിട്ട് എന്താണ് നീ അത്ര പോകാൻ അല്ല എന്നത്തെ പോലെ ആയില്ല. പെട്ടെന്നെന്തോ തിരക്ക് പിടിച്ച് തീർത്തിട്ട് പോകുമ്പോലെ തോന്നി. മനസ്സറിഞ്ഞ് ചെയ്യുന്നു. പിന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് രീതിയിൽ ഉപയോഗിക്കും. എന്താണെന്നറിയില്ല അന്നത്തെ ദിവസം. ടെൻഷൻ വന്നിട്ടുണ്ടാവും, പിന്നെ ആരെയും കാണുകയും ചെയ്തു. ഇല്ലെന്ന് ഇങ്ങോട്ട് പക്ഷെ നല്ലൊരു പെട്ടെന്നായി പോയടാ, എനിക്ക് അങ്ങ് തികഞ്ഞില്ല. നല്ല രീതിയിൽ കയറിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ എന്തോ മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതല്ല പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് വേണ്ട. കുറച്ച് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ഇതങ്ങ് കഴിയട്ടെ, അപ്പൊ പിന്നെ കുറെ കഴിയുമ്പോ ആൾക്കാർ പിന്നെ ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. അന്നെന്തോ എന്താണ് പിന്നെ ഫണ്ടൊന്നും കയ്യിലില്ലാത്തോണ്ടായിരിക്കുമല്ലോ. പൈസയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഫ്രീ ആവുമ്പോഴേ കുറച്ചുകൂടിയൊക്കെ അല്ല മൈൻഡ്. അത് റെഡിയായി. ഞാൻ അത് പിറ്റേന്ന് രാവിലെ തന്നെ വേറെ അറേഞ്ച് ചെയ്തു. അതൊക്കെ സെറ്റാക്കി. വേറെ ഇപ്പം പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഓട്ടത്തിന്റെ പൈസ ബാക്കി അവർ തരും. അതിപ്പോ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവന്മാരുടെ കയ്യിൽ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ അത് മറിഞ്ഞു പോകും. അതുകൊണ്ട് നിൽക്കുന്നതാണ്, വേറെ പ്രശ്നം. എനിക്ക് അപ്പോഴേ മനസ്സിലായി നിനക്ക് മാത്രം അങ്ങോട്ട് മുഴുത്തില്ല. എനിക്ക് അതായില്ലടാ, സെറ്റായില്ല. അപ്പൊ പിന്നെ നമ്മൾ നല്ല നല്ല രീതിയിൽ രണ്ടുപേരും ഒരേ ഇതായിട്ട് നിന്നാലേ അതിനൊരു സുഖം കിട്ടും. ശരിയെന്നാ. ഒരാള് ഡെസ്പായി പോയാ പിന്നെ പോയി. അതിലൊരു സുഖം വേണ്ടേ. പിന്നെ ഒരു തിരക്കും ഉണ്ടായിരുന്നു നിനക്ക് പെട്ടെന്ന് പോവാനായിട്ട്. ഫുൾ ടൈം നിക്കാന്നൊക്കെ പറഞ്ഞിട്ട് 3-3:30-4 മണി വരെയൊക്കെ നിക്കാന്നോണ്ട് പിന്നെ നിനക്ക് അങ്ങ് 3/4 മണിക്കൂറൊക്കെ പോയാ മതി എന്നുള്ളൊരു ഫീലായി. അത് നമുക്ക് ചില സംഗതികള് എന്തെങ്കിലും ഒരു ബാഡായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ ഞാൻ പോകാനായിട്ട് തോന്നി. അങ്ങനെ വന്നു. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ എനിക്കും ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ, മറ്റേ പ്രശ്നമൊക്കെ വന്നതിന് ശേഷേ. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മറ്റേ പ്രശ്നമൊക്കെ വന്നോണ്ട് അങ്ങേര് ഇവിടെ ചുറ്റുപാടും ഒരു നോട്ടം ഉണ്ട്. അല്ലേലും തന്നെ കുറെ കോഴികളുണ്ട് നോക്കൊക്കെ. അതിന്റെ കൂട്ടത്തിൽ കൂടെ പിന്നെ നമുക്ക് അവർക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടണമെന്ന് തോന്നുമ്പോഴേ. ഇവിടെ നമ്മളിപ്പോ എങ്ങനെ ഇവിടെ നമ്മുടെ ഈ കണ്ണിയിൽ ഇഷ്ടംപോലെ കളി പലരും നടത്തുന്നു. നമ്മള് പിന്നെ അവരുടെ ഒന്നും പുറകെ പോകുന്നില്ലെന്നേ ഉള്ളൂ. അവിടെയൊക്കെ ഇഷ്ടംപോലെ കളികളാണ്. അതുപോട്ടെ, നമ്മള് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. ഇനി വേറെ അവരുടെ കളിക്കാൻ പോയിട്ട് അവരുടെ മുമ്പ് ചെന്ന് നമ്മൾ ചാടായിരുന്നോ? വേറെ അവരുടെ മുമ്പ് ചെന്ന് കളിക്കാൻ പോണവന്മാരുടെ മുമ്പേ നമ്മൾ ചെന്ന് ചാടായിരുന്നാ മതി. അങ്ങനെ പോവൂടാ. നീ പോകുമെന്നല്ല പറഞ്ഞത്. ഞാൻ നിന്നെ കളിച്ചിട്ട് താഴെ ഇറങ്ങി ചെന്ന് ചെന്ന് ചാടി കൊടുക്കുന്ന വേറെ വല്ലവനും വല്ലയിടത്തും പോയിട്ട് വരുന്ന എന്റെ മുമ്പേ അതാ പറഞ്ഞു. എന്താ പറയാന്നല്ല. അത് ശരിയായില്ല. ശരിയായില്ല. അതുകൊണ്ട് എന്നാന്നറിയോ ടെൻഷൻ ആണെങ്കിലും. മറ്റേതാണെങ്കിൽ നമ്മൾ 2-3 മണിക്കൂറൊക്കെ നിന്ന് ചെയ്ത ഒരു. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തോണ്ടേ ഒരു സുഖമില്ല. നമുക്ക് ശരിയാക്കാം 2 ദിവസത്തിനകത്ത് നമുക്ക് ശരിയാക്കാം. എന്തായാലും ഇനി വരുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വന്നാലേ. നമുക്കൊരു തോന്നല് മനസ്സിൽ വന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉണ്ടാവും. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മള് ശ്രദ്ധിച്ചേ വരുള്ളൂ. പിന്നെ അന്ന് ഈ എന്തൊക്കെയാന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇങ്ങ് പോകുന്നതിന് ശേഷം ഇവിടെ വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ
റൂമിൽ കയറി കിടന്ന് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറെ കൂടെ നിൽക്കായിരുന്നു, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടെ അത് കുറച്ച് തിരക്ക് കൂടിപ്പോയതാ. എന്നിട്ട് അവിടെ കുറച്ചു നേരം അവിടെ കിടന്നൊന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് ഇടയ്ക്ക് മറ്റേ സാധാരണ നമ്മൾ അങ്ങനെയാണല്ലേ പിന്നെ ഒരു 1/4 മണിക്കൂർ പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയാണെന്നല്ലേ അങ്ങനെ പറ്റിയില്ല. പതുക്കെ ചെയ്താലേ പതുക്കെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്നാലേ ഒരു സുഖം വരും. ഇപ്പോഴേ നമ്മൾ അതിനകത്തോട്ട് എത്തത്തോന്നു. പട്ടി വാക്കില്ലാതെ കിടന്ന് കുറച്ച് അത് എൻ്റെ ഒരു കോൺസെൻട്രേഷൻ പോയി. അവൻ എന്തിനാ അന്ന് അങ്ങനെ അത്രയും താഴെ കിടന്ന് കുറച്ചോണ്ടിരുന്നു. അവന്റെ കൊരയിൽ കേട്ടോണ്ടിരിക്കുമ്പോഴേ നമുക്കൊരു ഡിസ്റ്റർബൻസ് തോന്നും, ആരോഗ്യം അതുവഴിക്ക് പോകുന്നവര് തോന്നും. ഇനിയിപ്പോ എന്തായാലും പെട്ടെന്ന് ഒരു ദിവസം വേണ്ട, നമുക്കിനി കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാലേ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ആവണ ചില ആൾക്കാർ ചിലപ്പം നമ്മളെ ആദ്യത്തെ തവണ ചിലപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, പിന്നെ എപ്പോഴെങ്കിലും പിടിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. ഞാനിപ്പോ അവിടെ കയറി എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി പിടിക്കണം, അതിന്റെ അകത്തൊന്നും കയറാൻ ആരെയൊന്നും മതിക്കേണ്ട കാര്യം. നമ്മളിപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യും, ഈ പിടിക്കാൻ നടക്കണവന്മാരുടെ വീട്ടിലോട്ടൊന്നും നല്ലല്ലോ നമ്മൾ ഞാൻ ചെന്ന് കയറുന്നത്. നിന്റെ വീട്ടിലല്ലേ കയറുന്നത്, നിന്റെ വീട്ടിൽ നിന്നിപ്പോ അവിടെ എന്ന് പറഞ്ഞിട്ട് ആരും ഇവന്മാരെ അമ്മമാർക്കാണെങ്കിൽ നമ്മളെ നാണം കെടുത്താം. അപ്പൊ അങ്ങനെയൊന്നും നീ പേടിക്കണ്ട, അതിലൊന്നും കാര്യമില്ല. അതിപ്പോ നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കാം. അല്ലെങ്കിൽ പിന്നെ അവന്മാരും അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാര് വന്ന് പിടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മളൊക്കെ നിന്ന് കൊടുക്കാനായിട്ട് ഇരിക്കുകയല്ലേ. നമ്മള് മറ്റൊരു മാർഗം നോക്കട്ടെ. അല്ലെങ്കിൽ നിന്റെ പട്ടി അവിടെ ഉണ്ട്, അവൻ നല്ല ശ്രദ്ധയുണ്ട്. അവൻ എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും കരയ്ക്കും. അപ്പോഴേ നമുക്ക് സിഗ്നൽ കിട്ടും. നല്ല നമുക്ക് അതിന്റെ സിഗ്നൽ കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല. നീ എല്ലാം പറഞ്ഞ് 5-6 ദിവസം കഴിയട്ടെ, എന്നിട്ട് നീ ഇപ്പൊ പറയണ ഇപ്പം വന്നാലും ഓക്കെ. ഓക്കെ പിന്നെ ഒരു പേടിയടാ, മറ്റേ സംഭവം ഉള്ളതുകൊണ്ടാണല്ലേ പേടി. ഞാൻ അതിനാണ് ഇന്നാളും പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും താവളം ഒന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞത്. അത് ആലോചിക്കാവുന്ന കാര്യമാണ്, പക്ഷെ എവിടെയെന്നുള്ളതല്ലേ വിഷയം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് ഒരുപാട് ദിവസം അതൊന്നും എനിക്ക് പറ്റൂല. അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ പോലെ ഉണ്ടല്ലോ, അവിടെ പോയാൽ അതിൽ 5 കിലോമീറ്റർ അല്ലേ ഉള്ളു റബ്ബർ എസ്റ്റേറ്റ്. അവിടെ റബ്ബർ വരെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ വെട്ടിയാലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷീറ്റ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്നും ആരും ഇല്ലല്ലേ. ഒരുമാതിരി അത് വൃത്തിയില്ലാതെയൊക്കെ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആൾക്കാരെ താമസയോഗ്യമാക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ ചെറിയൊരു പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ ഇടണം. അപ്പൊ പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ വന്നും പോയൊക്കെ ഇരിക്കുമ്പോ ആൾക്കാർ ഇതിനെ ശ്രദ്ധിക്കും. ഞാൻ അതാണ് പറയണത്, നീ അത് കാര്യം ചെയ്ത് നീ അവിടെ ജോലിക്കാർക്ക് ആരെങ്കിലും തങ്ങാനായിട്ട് ഒരു അവിടെ റൂം കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ബെഡൊക്കെ വാങ്ങിച്ചിടണമെന്ന് നിന്റെ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറ. എന്നാ പുള്ളി അടുത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യും. ഇല്ലെങ്കിൽ നീ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അത് ചെയ്യും. ആരെങ്കിലും വിളിച്ചൊന്ന് ഒന്ന് സെറ്റാക്കി ഒരു കൂട്ടും താക്കോലൊക്കെ ഇട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് വല്ല വഴിയൊക്കെ അവിടെ ചെന്ന് നോക്കിയാൽ മതി. ഇടയ്ക്ക് ആള് വേറെ വന്നോണ്ടിരുന്ന വേറെ പ്രശ്നമൊന്നുമില്ല. ഷീറ്റ് അടിക്കാൻ നിൽക്കുന്ന അവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആണ്. അവിടെ ഒന്നും ആള് താമസം പോലും ഇല്ലാത്ത 7 ഏക്കറിനകത്തല്ലേ ഈ സംഭവം. അവിടെയൊക്കെ ആര് വരുന്നത്, അത് വരാനില്ല, പറഞ്ഞാൽ മതി. വേറെ പോകുന്നില്ല. അത് പക്ഷെ ഒറ്റയടിക്ക് തന്നെ ചെയ്യേണ്ടത്, ക്രമേണ പ്ലാൻ ചെയ്ത് ചെയ്യണം. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പണി ഈ പണി കിട്ടും എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ, പണി കിട്ടുമെന്ന് പറഞ്ഞോണ്ടിരുന്ന പിന്നെ പണിയേ കിട്ടുള്ളൂ. നിനക്ക് പണി നടത്തുകയും വേണം, പിന്നെ നീ എനിക്ക് പണി കിട്ടുമെന്നും കൂടെ പറയണം. അതെന്തോന്ന് പരിപാടി? അല്ല, നിനക്ക് നിന്റെ താവളത്തിൽ ഞാൻ വന്ന് നിന്നെ പണിയും വേണം, പിന്നെ എനിക്ക് പുറത്തിറങ്ങി പണി കിട്ടുകയും വേണം. അതെന്തോന്ന് നമ്മള് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കാം, ഉള്ള വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാന്ന്. തിരക്കിലല്ലേ? കുഴപ്പമില്ല. ഇനിയിപ്പോ അവിടെ നിൽപ്പുണ്ട്, അങ്ങോട്ട് പോവാം. പിന്നെ ഇനിയിപ്പോ എന്നാണ് പരിപാടി? നീ ഒരു കാര്യം ചെയ്യും, നീ മറ്റേ റബ്ബർ വരയിലോട്ടൊന്ന് പോയി നോക്ക്. അവിടെ പണിക്കാരില്ലാത്തൊരു സമയം നീ കണ്ടുപിടിക്കുക. അവന്മാരെ വിളിച്ച് ചോദിച്ചു നോക്കി എപ്പോഴും പോയി എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഒന്ന് വിളിച്ച് സംസാരിച്ചോണ്ടിരുന്നാ മതി. ഞാൻ നോക്കട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകാം. ഞാൻ അങ്ങനെ പോകുന്നില്ലല്ലോ, അപ്പൊ പിന്നെ പെട്ടെന്ന് അങ്ങ് ചെല്ലുമ്പോ അവർക്കൊരു കഥ വരും. അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് പോയി അവിടെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇടാം. അത് തന്നെ പറഞ്ഞത്. വൃത്തിയൊക്കെ ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. നീ 1-2 ദിവസം അവിടെ ഒന്ന് പോയിട്ട് എന്നെ ഒന്ന് വിളിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ഇവന്മാരും ഇല്ലാത്ത ദിവസം. ഞാൻ വിളിക്കാം. നീ ഇടയ്ക്ക് വിളിക്കണോടാ, നീ വിളിക്കത്തുമില്ല. നീ
ഞാൻ ഒരുപാട് തവണ വിളിച്ചാലാണ് എപ്പോഴെങ്കിലും എടുക്കും. അത് കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ അല്ലാതെ നമ്മള് തമ്മിലുള്ള ഈ ഒരു പുറമേയുള്ള ഈ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മള് തമ്മിൽ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഭയങ്കര ഭയങ്കര ഡീസന്റ് അല്ലേ. അപ്പൊ നമ്മൾ ഈ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോഴേ അവിടെ ഇവിടെ നിൽക്കുമ്പോഴേ നമ്മൾ ചുമ്മാ വിളിച്ച് ഈ ചാറ്റ് ചെയ്തും സൊല്ലിയൊക്കെ ഇരുന്ന ഏതെങ്കിലും കാരണവശാൽ റിലീഫ് ആകും. അപ്പൊ നമ്മള് പുറമേ കാണുമ്പോ ഹായ് എന്ന് പറഞ്ഞ് ഒരു എവിടെ പോണേ എന്താണ് സുഖമാണ് ഇത്ര ചോദ്യം മാത്രമല്ലേ നേരിട്ട് കാണുമ്പോൾ ഉള്ളൂ. അതുകൊണ്ട് നമ്മളാരും മൈൻഡ് ചെയ്തില്ല. അതല്ലാതെ ഞാൻ ഇങ്ങനെ അവിടെ വന്ന് കയറി ഇറങ്ങി അല്ലെങ്കിൽ നീ എന്റെ പുറകെ ഇടയ്ക്ക് 24 മണിക്കൂർ ഓടിക്കുക അത് ഇതൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സംശയം തോന്നും. അവരൊക്കെ ഇവന് ഡൗണായിട്ട് അല്ലെങ്കിൽ കൂടെ ഉള്ളവന്മാര് നിരന്തരമായിട്ട് എന്റെ കോള് വരുമ്പോൾ ശ്രദ്ധിക്കും. ഇത് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മളും അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കിടന്ന് വിളിക്കാത്തത്. എന്ന് തോന്നിയാൽ നമുക്ക് വിളിക്കുക കാണിക്കുക അത്രയും. അവരോടൊപ്പം ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. പിന്നെ ഒരു കാര്യം ചെയ്യും, നീ അവിടെ അങ്ങോട്ട് പോവാ. ഒരുപാട് സമയം മാറി ഓക്കെ, കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യും, എന്തൊരു രാത്രി കൊടുക്കുന്ന അവിടെ ചെന്നിട്ട് അവിടെ നോക്കാം. നീ വാ. ശരി. ശരി.